2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറും നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തൻ ആകുന്നു. ജീവാവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ദൈവകൃപ നമ്മിൽ നിറഞ്ഞാൽ എന്ന വിഷയം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ഈ സമയത്തെ നമുക്ക് ഉപയോഗിക്കാം. കുടപ്പുറപ്പുകളെ, ദൈവകൃപയില്ലാതെ ക്രിസ്തീയ ജീവിതം സാധ്യമേ അല്ല. വിശ്വാസിയുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത് സമ്പത്തല്ല, ദൈവകൃപയാണ്. സമ്പത്തില്ലാതെ ഒരു വിശ്വാസിക്ക് ഭൂമിയിൽ ജീവിക്കുവാനാകും. എന്നാൽ കൃപയില്ലാതെ ഒരു ദിവസം പോലും ഒരു വിശ്വാസിക്ക്, ഒരു വിശുദ്ധന് ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുവാൻ പറ്റുകയില്ല. വിശ്വാസിയും അവന്റെ മേൽ ദൈവം പകരുന്ന കൃപയും തമ്മിൽ അത്രത്തോളം ബന്ധമുണ്ട്. നമ്മുടെ മേൽ പകരപ്പെടുന്ന കൃപ ചോർന്നു പോകാതെ നാം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കൃപ നഷ്ടപ്പെടുത്താതെ നാം ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മുടെ മേൽ കൃപ പെരുക്കിത്തരുവാൻ ദൈവം കഴിവുള്ളവനാണ്. കൃപ നമ്മിൽ വർദ്ധിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ മേലുള്ള ദൈവ പദ്ധതി എന്തോ അതിൽ നാം ധന്യരാക്കപ്പെടുവാനിടയായിത്തീരും. ദൈവകൃപ പ്രാപിച്ചവരാണ് ദൈവിക പദ്ധതി പ്രകാരമുള്ളതിലൊക്കെ ദൈവകരങ്ങളാൽ ഉപകരിക്കപ്പെട്ടിട്ടുള്ളത്. നോഹയുടെ മേൽ ദൈവകൃപയുണ്ടായിരുന്നു. പെട്ടകം പണിയുവാനും ആ പെട്ടകത്തിൽ കയറി കുടുംബമായി രക്ഷപ്പെടുവാനും മതിയാകുന്ന കൃപയായിരുന്നു തൻ്റെ മേൽ വീണിരുന്നത്. പൗലോസിന്റെ മേൽ ദൈവകൃപ വ്യാപരിച്ചിരുന്നു. ശക്തിയോടെ നല്ല പോർ പൊരുതുവാനും വിശ്വസ്തയോടെ ഓട്ടം ഓടി തികയ്ക്കുവാനും വിശ്വാസത്താൽ ജീവിക്കുവാനും ശുശ്രൂഷിക്കുവാനും വിശ്വാസം അന്ത്യം വരെ കാക്കുവാനും നീതിയുടെ കിരീടം നേടാനും മതിയാകുന്ന കൃപയായിരുന്നത്. പ്രിയരെ, വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം പകർന്ന കൃപ അവനിൽ പെരുകണം. നമ്മിലുള്ള കൃപ ദൈവത്തിൻ്റെ ദാനമാണെന്നറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആത്മീയന്റെ ജീവിതത്തിലെ ഏത് കാര്യത്തിനും ദൈവകൃപ ആവശ്യമാണ്. കൊടുക്കുവാനും ആശ്വസിപ്പിക്കുവാനും ശുശ്രൂഷിക്കുവാനും കൈത്താങ്ങൽ നൽകുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും ഒക്കെ കൃപ ആവശ്യമാണ്. നമ്മിൽ ആവോളം കൃപ പകരുന്നതിനും വർദ്ധിപ്പിക്കുവാനും കർത്താവ് വിശ്വസ്തനുമാണ്. കൃപയിൽ നിന്ന് വീണു പോകുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവവചനത്തിന്റെ മുന്നറിയിപ്പ് എപ്പോഴും ഓർക്കുന്നവരാകണം നാം ഓരോരുത്തരും. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കട്ടെ എന്ന ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നു. കർത്താവിനോട് എപ്പോഴും പറ്റിയിരിക്കുന്ന ഒരു വിശ്വാസി ഒരിക്കലും കൃപയിൽ നിന്ന് വീണു പോകുകയില്ല. കാരണം ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ നമ്മുടെ ദൈവാശ്രയം ശക്തമായിരിക്കും. എപ്പോൾ അകന്നു മാറുമോ, ദൈവസന്നിധിയിൽ നിന്ന്, ദൈവത്തോട് പറ്റിയിരിക്കുന്നതിൽ നിന്ന് എപ്പോൾ അകന്നു മാറുമോ അപ്പോൾ മുതൽ നമ്മിൽ കൃപയിൽ നിന്ന് വീണു പോകുവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ദൈവത്തോട് നാം പറ്റിയിരിക്കുമെങ്കിൽ നമ്മിൽ കൃപ പെരുക്കിത്തരുവാൻ കർത്താവിന് കഴിയും. നാം ദൈവത്തോട് പറ്റിയിരിക്കുന്നുവോ എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? നമ്മുടെ ആഗ്രഹം ആത്മീക കാര്യങ്ങളോടോ ലൗകിക കാര്യങ്ങളിലോ എന്നതിനാലും ദൈവത്തോടുള്ള അനുസരണം എങ്ങനെ എന്നതിനാലും നമ്മുടെ ആരാധന ഏത് നിലവാരത്തിൽ എന്നതിലും നാം ദൈവത്തോട് അടുത്തിരിക്കുന്നുവോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പറ്റിയിരിക്കുന്നവരുടെ ചിന്ത മുഴുവനും എങ്ങനെയൊക്കെ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാകും എന്നുള്ളതായിരിക്കും. പറ്റിയിരിക്കുന്നവരുടെ മേൽ ദൈവം കൃപയെ ധാരാളമായി പകരുന്നു. തന്നെയുമല്ല, അവനെ വീഴാതെ തൻ്റെ സന്നിധിയിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. ദൈവകൃപ ധാരാളമായി നമ്മിൽ പകർന്നിരിക്കുമ്പോഴും പരീക്ഷകളിലും പരിശോധനകളിലും കൂടിയൊക്കെ നാം കടന്നു പോകേണ്ടി വരാം. പ്രിയരെ, കൃപ പെരുക്കിത്തന്നു എന്നുള്ളത് കൊണ്ടും ഇതുവരെ വീഴാതെ നിർത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും പരീക്ഷയും പരിശോധനയും നേരിടേണ്ടി വരില്ല എന്ന് കരുതരുത്. അതിന് നടുവിൽ കൂടി സഹിച്ചു പോകേണ്ട സന്ദർഭങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ഉണ്ടാകാൻ
സാധ്യതയുണ്ട്. എന്നാൽ ദൈവകൃപയിൽ നിലനിർത്തപ്പെടുന്നവൻ ഈ വിധ പരീക്ഷകളിൽ ഒന്നിലും കാൽ തട്ടി വീണ് തകർന്നുടഞ്ഞു പോകുവാൻ ഇടയാകാതെ വണ്ണം കർത്താവ് അവനിൽ കൃപ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അവനിലുള്ള ദൈവകൃപയുടെ നിറവിനാൽ ആ പരീക്ഷയെ അവൻ അത്ഭുതകരമായി അതിജീവിച്ച് മുന്നേറുകയും ഉയർത്തപ്പെടുകയും അതിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം പരീക്ഷയെ ജയിച്ചവന് മാത്രമേ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ കഴിയുകയുമുള്ളൂ. നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ കൃപയാൽ പ്രിയരെ നാം ശക്തിപ്പെടുവാൻ ഇടയാകണം എന്ന തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. കൃപ പ്രാപിച്ചവനും കൃപയിൽ സകല പരീക്ഷകളും പരിശോധനകളെയും ജയിച്ചവനും ദൈവത്തെ പ്രസാദിപ്പിച്ചവനുമായ പൗലോസ് അപ്പോസ്തലൻ തന്റെ നിജപുത്രനായ തിമോഥെയോസിനോട് പറയുന്നു, മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടേണം. പ്രിയരെ, നാം ഓരോ ദിവസവും ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടേണ്ടതാകുന്നു. കുടപ്പുറപ്പുകളെ, കൃപയാൽ നിറഞ്ഞവനും നിലനിർത്തപ്പെട്ടവന്റെയും ധൈര്യവും സാക്ഷ്യവും വിശ്വാസവും ഏറെ പ്രശംസനീയമായതെന്ന് പൗലോസ് അപ്പോസ്തലന്റെ അനുഭവത്തിൽ നിന്നും നാം മനസ്സിലാക്കുകയും ആ മാതൃക ഏറ്റെടുക്കുകയും ചെയ്യുന്നവരായി തീരണം. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ശ്രദ്ധിക്കൂ, ദൈവകൃപയുള്ളവന്റെ ഉറപ്പ് എത്ര ശ്രേഷ്ഠമാണെന്ന് നോക്കുക. ഒരു പരീക്ഷയിലും വീണുപോകാതെ നമ്മെ നിലനിർത്തുന്ന ദൈവത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയരെ നമുക്കും പ്രചോദനം നൽകിത്തരുന്ന കാര്യമാണ്. ദൈവകൃപയിൽ നാം നിറഞ്ഞാൽ നമ്മുടെ ജീവിതാവസാനം വരെ നമ്മെ വീഴാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസവും പ്രഭാതത്തിൽ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധയോടെ കേൾക്കാൻ, ധ്യാനിക്കുവാൻ, ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായി സ്തോത്രം. ദൈവകൃപ ഞങ്ങളിൽ നിറയേണ്ടത് ആവശ്യമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളിൽ പകർന്ന കൃപ നഷ്ടപ്പെടുത്തി കളയാതെ ആ കൃപ സൂക്ഷിക്കുവാൻ, വീണ്ടും ഞങ്ങളുടെ മേൽ കൃപ പെരുക്കുവാൻ പരിശുദ്ധനായ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, സകല പരീക്ഷകളെയും പരിശോധനകളെയും അതിജീവിച്ച് കർത്താവ് ഞങ്ങളെ കരങ്ങളിൽ ഉപയോഗിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നയിക്കപ്പെടാൻ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് അടുത്തു വന്ന് ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കണം, അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം, കൃപ പെരുക്കിത്തരണം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Send me the one,
എൻ